മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങുന്നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. തന്നിരുളിൽ കാരുണ്യത്താരങ്ങളായി ലോകം മുഴുവൻ ദീപ്തി പരത്താൻ പോകാം, യേശുവിൻ സാക്ഷ്യം നൽകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ വചനത്തിൻ്റെ ശക്തി എല്ലാവരിലും നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ നഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സുഖദുഃഖങ്ങൾ ഇടകലർന്നതാണ് കുടുംബജീവിതം. സന്തോഷങ്ങളിൽ ദൈവത്തിന് നന്ദി പറയുവാനും സങ്കടങ്ങളിൽ ദൈവത്തെ മുറുകെ പിടിക്കുവാനും ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഒരു കുടുംബത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതാ ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 145:18 പറയുന്നു, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്
ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അവിടുന്ന് തൻ്റെ ഭക്തരുടെ ആഗ്രഹം സഫലമാക്കുന്നു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അനുഭവിച്ചറിഞ്ഞ ദുബായ് നഴ്സസ് മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എലിസബത്തും കുടുംബവുമാണ് നമ്മോടൊപ്പം ഇപ്പോഴുള്ളത്. നമുക്ക് അവരെ പരിചയപ്പെടാം. എൻ്റെ പേര് എലിസബത്ത്. ഞാൻ ദുബായിലെ ഗവൺമെൻറ് ക്ലിനിക്കിൽ നഴ്സായി ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ജോയ് ജോസഫ്. ഞാൻ 18 വർഷമായി ദുബൈയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. കോട്ടയം ജില്ലയിൽ അതിരമ്പുഴയിലാണ് എൻ്റെ വീട്. എൻ്റെ പേര് ജോയിൽ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ജാൻറ്റ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ദുബായിൽ ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്ന എലിസബത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് തെളിയിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ 2001 ദുബായിൽ വരുന്നത്. അവിടെ ഞാൻ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കൂടെ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. എന്നെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിന് വിളിപ്പിച്ചു. അവിടെ 10 പേരുണ്ടായിരുന്നു. അതിൽ 8 പേർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല. ഞാനപ്പോൾ വളരെ വിഷമത്തോടെ ഞാൻ വന്നു. ഞാൻ വചനം പ്രാർത്ഥിച്ചു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 7 പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഞാൻ ഈശോയോട് ശക്തിയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഗവൺമെൻറ് ക്ലിനിക്കിൽ നഴ്സായി ജോലി കിട്ടി. അങ്ങനെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു. 2 ദിവസം ജോലി ചെയ്തു. 3-ാം ദിവസം അധികാരികൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ ആ ബാച്ച് തൊട്ട് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ലൈസൻസ് വേണമെന്ന് പറഞ്ഞു, നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിച്ചില്ല. എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഓർത്തു, സാരമില്ല, ജോലി കണ്ടിന്യൂ ചെയ്ത് 3 മാസം കഴിയുമ്പം അടുത്ത ലൈസൻസ് എടുക്കാം എന്നുള്ള വിശ്വാസത്താൽ ഞാൻ തിരിച്ച് ജോലിക്ക് വന്ന് ജോയിൻ ചെയ്തു. പക്ഷേ അന്നേരം എന്നെ മേലധികാരികൾ എന്നെ വിളിപ്പിച്ച് പറഞ്ഞു, നിർബന്ധമായിട്ടും ലൈസൻസ് വേണം, ലൈസൻസ് ഇല്ലാതെ ജോലി ഇവിടെ സാധ്യമല്ലെന്ന് പറഞ്ഞു. ഞാൻ വിഷമത്തോടെ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പം എൻ്റെ അസിസ്റ്റൻറ്റ് മേട്ടനൊരു മലയാളിയായിരുന്നു. അസിസ്റ്റൻറ്റ് മേട്ടൻ എന്നോട് പറഞ്ഞു, ഈ ജോലി ഇനിയും നോക്കണ്ട, കാരണം വേറൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുക. ഞാനൊരു നവംബറിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അടുത്ത 3 മാസം കഴിയുമ്പോൾ അടുത്ത വർഷമാവും. അടുത്ത വർഷം അടുത്ത ആൾക്കാരെ സെലക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് വേറെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ശക്തിയായിട്ട്, എനിക്ക് സങ്കടം ഉണ്ടെങ്കിലും ഈശോയോട് ഞാൻ ശക്തിയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 3 മാസം ഹെൽത്ത് അതോറിറ്റിയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ചെന്ന് തിരക്കിയപ്പം 3 മാസം എന്നുള്ള ആ റൂള് മാറ്റി അവർ എപ്പം വേണേലും എക്സാം എഴുതാമെന്നുള്ളൊരു റൂളാക്കി. അങ്ങനെ എനിക്ക് അവിടെ ഒരു ദൈവത്തിൻ്റെ ഒരു ശക്തിയാണ് ഞാൻ അവിടെ കണ്ടത്. അവിടുന്ന് ഞാൻ ലൈസൻസിന് ഇൻ്റർവ്യൂവിന് പോയി, ഇൻ്റർവ്യൂ പാസ്സായി. അങ്ങനെ ഞാൻ തിരിച്ച് ഈ ലൈസൻസുമായിട്ട് എൻ്റെ ക്ലിനിക്കിൽ വന്ന് ഞാൻ വെയിറ്റ് ചെയ്യുമ്പോഴാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ എൻ്റെ ഫ്രണ്ടിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, ലൈസൻസ് കിട്ടിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ലൈസൻസ് കിട്ടി. അപ്പോൾ ആ വ്യക്തി തന്നെ എൻ്റെ ഫയൽ എടുപ്പിച്ച് സൈനിട്ട് അടുത്ത സെക്ഷനിലോട്ട് എൻ്റെ ഫയൽ കൊടുത്ത്, അങ്ങനെ എത്രയും പെട്ടെന്ന് എനിക്ക് ആ വർഷം തന്നെ ജോലിക്ക് കയറാനുള്ള ഒരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നു. സാധാരണയായി അതുപോലുള്ളൊരു മേലധികാരിയെ അവിടുത്തെ ഒരു സ്റ്റാഫ് അല്ലാത്ത ആൾക്ക് കാണുവാൻ സാധ്യമല്ല. അപ്പോൾ ദൈവം പ്രത്യേകം അവിടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ആ മേലധികാരി അവിടെ അതിൽ കടന്നു വരികയും എലിസബത്തിനോട് ഈ ലൈസൻസ് കിട്ടിയോ എന്ന് ചോദിക്കുകയും ഈ ഫയലുകളെല്ലാം വിളിച്ചു വരുത്തുകയും ചെയ്ത് അവിടെ ഞങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ അവിടെ ഇടപെട്ടതാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. മോളെ എലിസബത്തെ, മോളെ നേഴ്സാകാനുള്ള കാരണം പപ്പായാണെന്ന് എന്നോട് പറഞ്ഞുവല്ലോ. അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടാവുമല്ലോ, അത് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ വീട്ടിൽ പപ്പായും മമ്മിയും എനിക്ക് 2 സഹോദരങ്ങളും ഉള്ളത്. എൻ്റെ പപ്പ ഒരു ടീച്ചറും അമ്മ ഒരു നേഴ്സുമായിരുന്നു. അപ്പോൾ അവരൊത്തിരി കഷ്ടപ്പെട്ടാണ്, ഒത്തിരി ജോലിയിലും അതുപോലെ വീട്ടിലെ കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളും ഒക്കെ നോക്കിയാണ് പപ്പ ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ എൻ്റെ മമ്മി ജോലിക്ക് പോകുമ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറേ നടന്ന് വേണം ബസ് കയറാൻ. അവിടെ നിന്ന് 2 ബസ് കയറി അവിടുന്നും പിന്നെ നടന്നാണ് ഹോസ്പിറ്റലിൽ കയറുന്നത്. ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് വളരെ സന്തോഷത്തോടെ മമ്മി അവിടെ ജോലി ചെയ്ത് തിരിച്ചും അതുപോലെ കഷ്ടപ്പെട്ട് തിരിച്ചിവിടെ വന്നാലും മമ്മി വളരെ സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലെ കാര്യങ്ങളും കുടുംബകാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ആ ഒരു പപ്പ അത് കണ്ടു. അപ്പം മമ്മിയുടെ ആ കെയറിങ്ങൊക്കെ കണ്ടുകൊണ്ട് പപ്പ പറഞ്ഞു, കുഞ്ഞിലെ തൊട്ട് എന്നോട് പറയുമായിരുന്നു, മോളൊരു നേഴ്സായാൽ മതി. നേഴ്സസിന് ദൈവം ഒരു പ്രത്യേക അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. കുടുംബകാര്യങ്ങളും അതുപോലെ ജോലി കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയായിട്ട് നോക്കാനായിട്ട്
ദൈവം ഒരു പ്രത്യേക അനുഗ്രഹം നഴ്സസിന് കൊടുത്തിട്ടുണ്ടെന്ന് പപ്പ എപ്പോഴും പറയുമായിരുന്നു. സഹോദരങ്ങളെ, ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മളുടെ ജോലി മേഖല ആയാലും കുടുംബജീവിതത്തിലായാലും സന്തോഷത്തോടുകൂടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്കും ആ സന്തോഷം പകരുന്നു എന്നുള്ളതാണ്. ജോയിയുടെ ജീവിതത്തിൽ ഈശോയുടെ കരുതലും സ്നേഹവും അനുഭവിച്ചറിഞ്ഞ ഒരു അനുഭവം ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമോ? 2011 ഞാൻ എൻ്റെ ഓഫീസിൽ നിന്നും വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോരുമ്പോൾ 2ാം ട്രാക്കിലൂടെ ഡ്രൈവ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ 4ാം ട്രാക്കിലൂടെ അമിത വേഗത്തിൽ വന്ന ട്രെയിലർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതുകൊണ്ട് അവരെ നിയന്ത്രണം വിട്ട് അവർ വാഹനം ട്രാക്ക് ക്രോസ് ചെയ്ത് 1ാം ട്രാക്ക് വരെ ക്രോസ് ചെയ്ത് പെട്ടെന്ന് എൻ്റെ വാഹനത്തിന് മുമ്പിലെത്തുകയും ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാറിൽ നിന്നും ഏകദേശം 15 മീറ്റർ മാത്രം ദൂരത്തിൽ ആ ട്രക്ക് വന്ന് നിന്നു. അപ്പോൾ എൻ്റെ കാറ് ആ വാഹനത്തിൽ പോയി ഇടിക്കുകയും അപ്പോൾ തന്നെ എൻ്റെ കണ്ണടഞ്ഞു പോയിരുന്നു. വീണ്ടും ഏതോ വാഹനത്തിൽ പോയി ഇടിക്കുന്നു, അടുത്ത വാഹനത്തിൽ പോയി ഇടിക്കുന്നു. ഇതിൻ്റെ സൗണ്ട് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. ഞാൻ പിന്നീട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവിടെ ഭയങ്കരമായൊരു ആക്സിഡൻ്റാണ് നടന്നിരിക്കുന്നത്. ഞാൻ വെളിയിലിറങ്ങി നോക്കുമ്പോൾ എൻ്റെ വാഹനം പൂർണ്ണമായി നശിച്ചിരിക്കുന്നു. അതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്കും എല്ലാം പൂർണ്ണമായി നശിച്ചു. ഫ്രണ്ടിൽ ഞാനിരുന്ന് ഡ്രൈവ് ചെയ്യുന്നിടത്ത് പള്ളിയിൽ നിന്നും വെഞ്ചരിച്ച ഒരു കുരുത്തോല വെച്ചിട്ടുണ്ടായിരുന്നു. ആ സൈഡ് മാത്രം നശിച്ചില്ല. എനിക്ക് ആ ഭയങ്കരമായ അപകടത്തിലും എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ സർവശക്തനായ ദൈവം എന്നെ സംരക്ഷിച്ചു. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 91:11 പറയുന്നത് പോലെ നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ജോയിയെ തൻ്റെ ദൂതന്മാരെ അയച്ച് ദൈവം ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു, കാത്തു സംരക്ഷിച്ചു. എലിസബത്ത് നഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം ഒന്ന് പറയാമോ? എൻ്റെ ക്ലിനിക്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് നഴ്സസ് മിനിസ്ട്രിയെ പറ്റിയെല്ലാം ഇങ്ങനെ അതിൻ്റെ പ്രാർത്ഥനയെപ്പറ്റിയും അവിടെ നടന്ന എല്ലാ കാര്യങ്ങളെയും പറ്റിയും ബ്രേക്ക് ടൈമിലും അതുപോലെ ഫ്രീ ഉള്ള ടൈമിലൊക്കെ പറയും. അപ്പോൾ അത് കേൾക്കുകയും അതുകൂടാതെ എനിക്ക് പെന്തക്കോസ്ത പ്രോഗ്രാം, നഴ്സസിൻ്റെ 1 ഡേ പെന്തക്കോസ്ത പ്രോഗ്രാം അലൈനിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകാൻ അവസരം കിട്ടി. അങ്ങനെ ഞാൻ വണ്ടിയിൽ ഇവിടുന്ന് ദുബായിൽ നിന്ന് അലൈനിലോട്ട് ബസ്സിനാണ് പോകുന്നത്. വണ്ടിയിലിരിക്കുമ്പം ഒരു ചേച്ചി, നഴ്സസ് മിനിസ്ട്രിയിലെ ഒരു ചേച്ചി എന്നോട് വന്ന് പരിചയപ്പെടാൻ വന്നു. അപ്പം ഞാൻ പരിചയപ്പെടാൻ വന്നപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പരിചയപ്പെട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ഭൂമിയിൽ ഇങ്ങനെ സന്തോഷമായി ജീവിച്ചാൽ മതിയോ, മാലാഹയായിട്ട് സന്തോഷത്തോടെ പോകണ്ടേ? അപ്പം അതെൻ്റെ ഹൃദയത്തെ ഒത്തിരി അങ്ങ് കൂടുതൽ ചിന്തിക്കാൻ എനിക്ക് ഇടവന്നു. അങ്ങനെ ഞാൻ ആ പെന്തക്കോസ്ത പ്രോഗ്രാമിൽ എനിക്കൊരു നല്ലൊരു അഭിഷേകമായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയും പ്രോഗ്രാമിലുണ്ടായിരുന്നു. ജീവിത പങ്കാളിയാണ് എന്നെ കൂടുതൽ നിർബന്ധിച്ച് നഴ്സസ് മിനിസ്ട്രിയിലേക്ക് അയച്ചത്. കാരണം ആ പെന്തക്കോസ്ത പ്രാർത്ഥന ഞങ്ങൾക്ക് വലിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ അവിടെ നടന്ന ആ പ്രാർത്ഥനവും വചനപ്രഘോഷണവും നമ്മുടെ അനുദിന ജീവിതത്തിലും ജോലി മേഖലയിലും ഒത്തിരി നമുക്ക് സഹായകരമാകുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ടാണ് എൻ്റെ ജീവിത പങ്കാളിയെ നഴ്സസ് മിനിസ്ട്രിയിലെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും പങ്കെടുപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയത്. നഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം എലിസബത്തിൻ്റെ ആത്മീയ ജീവിതത്തിലും ജോലി മേഖലയിലും കുടുംബജീവിതത്തിലും വന്ന മാറ്റങ്ങൾ ഒന്ന് പറയാമോ? ഞാൻ ആദ്യം പ്രാർത്ഥിക്കുമ്പം എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി മാത്രം, ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. നഴ്സസ് മിനിസ്ട്രി വന്ന പിന്നെ എനിക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും 2 കോടി നഴ്സസിനും കുടുംബങ്ങൾക്കും രോഗികൾക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ ജോലിക്ക് പോകുമ്പം എൻ്റെ ക്ലിനിക്കിനെ സമർപ്പിച്ച് അവിടെ വരുന്ന എല്ലാ പേഷ്യൻസും, എല്ലാ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും എല്ലാവരെയും കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടി സമർപ്പിച്ച് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിച്ചാണ് പോകാറ്. ഇവിടുന്ന് ഞാൻ വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പം ആദ്യമൊക്കെ പാട്ട് കേട്ട് അതുപോലെ ന്യൂസൊക്കെ കേട്ട് പോകാനായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി എനിക്ക് ഒരു കരുണക്കൊന്ത ചൊല്ലി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിശ്വാസത്തിലാണ് പോകുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ വരുമ്പോഴാണെങ്കിലും എനിക്ക് ഓരോ വചനപ്രഘോഷണങ്ങളൊക്കെ കേട്ട് അങ്ങനെ കൂടുതൽ വിശ്വാസത്തിൽ വളരാൻ എനിക്ക് സാധിച്ചു. അതുപോലെ എനിക്ക് ആദ്യമൊക്കെ വചനം പഠിക്കുകയില്ല, ബൈബിളൊന്നും അധികം വായിക്കുകയില്ല. പക്ഷെ എനിക്ക് കൂടുതലിപ്പം വചനം വെച്ച് പ്രാർത്ഥിക്കാനും അതുപോലെ കുർബാനയിൽ എനിക്ക് ഒത്തിരി അഭിഷേകം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നഴ്സസ് മിനിസ്ട്രി വന്ന പിന്നെ എനിക്ക് അസൈൻമെൻറ്റ്, അതായത് പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് അസൈൻമെൻറ്റ് കിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് ഇച്ചിരി ടഫായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് അസൈൻമെൻറ്റ് കിട്ടിയത്.
അവിടെ ഇച്ചിരി ദേഷ്യമുള്ള ഡോക്ടറിൻ്റെ കൂടെയായിരുന്നു എനിക്ക് അസിസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആ ഡോക്ടർ ദേഷ്യപ്പെടുമ്പം ഞാൻ പുറത്ത് ദേഷ്യം കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ എനിക്ക് ആ ഡോക്ടറിനോട് ദേഷ്യം വരും. പക്ഷേ ഒരു പ്രാവശ്യം നഴ്സസ് മിനിസ്ട്രിയിൽ ഞാനൊരു പ്രയറിന് ചെന്നപ്പം അവിടെ ഒരു സിസ്റ്റർ ഇങ്ങനെ ആ വചന പങ്കുവെച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമ്മളെ വേദനിപ്പിക്കുന്നവരെ കർത്താവിൻ്റെ കുരിശിൻ ചവിട്ടി സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്ന്. അങ്ങനെ ഞാൻ ഓർത്തന്ന് ആ ഡോക്ടറിനെ അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഡോക്ടറിന് അനുഗ്രഹം, ഡോക്ടറിന് മാറ്റങ്ങൾ ഞാൻ കാണാൻ തുടങ്ങി. അതുപോലെ ഡോക്ടറിനെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് 6-7 വർഷമായിട്ട് ഡോക്ടറിന് ജോലിയിൽ പ്രൊമോഷൻ ഇല്ലാതെ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഡോക്ടറിന് ആ വർഷം പ്രൊമോഷൻ കിട്ടി. അതുകൂടാതെ ദൈവം എന്നെയും അനുഗ്രഹിച്ചു. എനിക്കും ഇതുപോലെ പ്രൊമോഷൻ്റെ ലിസ്റ്റ് വന്നപ്പം എൻ്റെ പേരില്ലായിരുന്നു. അപ്പോൾ എനിക്കത് വളരെ വിഷമമായിരുന്നു. ഞാൻ തൊട്ടടുത്ത ദിവസം എനിക്ക് ഇതുപോലെ പെന്തക്കോസ്ത പ്രോഗ്രാമിന് അവിടെ ഡോക്ടർ ജോണിൻ്റെയും ബെന്നിപ്പിന്നത്ര സാറിൻ്റെയും വചന പ്രഘോഷണമായിരുന്നു. ആ വചനത്തിൽ എനിക്ക് ഒരു വചനം ഭയങ്കര എൻ്റെ ഹൃദയത്തിൽ ആഴമായി തറച്ചു. അതായത് ഹബക്കൂക്ക് പ്രവാചകൻ 1-ാം അധ്യായത്തിൽ 5-ാം വാക്യം, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുകയും പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യുവാൻ പോകുന്നു. അതുവരെ ഞാൻ വചനം പഠിക്കത്തേയില്ല. പക്ഷേ ഈ വചനം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി അങ്ങ് തറച്ചു. ഞാനത് വീട്ടിൽ വന്ന് എനിക്ക് ഇതിനെപ്പറ്റി, ഈ ഗ്രേഡിങ്ങിനെ പറ്റി വിഷമം വരുമ്പോഴെല്ലാം ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എല്ലാ വർഷവും ഇവാലുവേഷൻ ഉണ്ട് മേട്ടൻ്റെ അടുത്ത്. അങ്ങനെ എനിക്ക് പ്രൊമോഷനൊന്നും കിട്ടിയില്ലല്ലോ. അപ്പം ഞാൻ വളരെ വിഷമത്തോടെ, വളരെ ടെൻഷനോടെ ഞാൻ എന്ത് പറയും, എന്ത് ചോദിക്കും എന്നുള്ള ഇതിൽ മേട്ടൻ്റെ അടുത്ത് പോകുമ്പോഴാണ് എൻ്റെ ഡോക്ടറിനെ കാണുന്നത്. അപ്പം ഞാൻ ഓർത്ത് എന്തിനാണ് ഈ ഡോക്ടർ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നതെന്ന് വിചാരിക്കുമ്പോഴും ഡോക്ടർ ഒരു പേപ്പർ, എനിക്ക് അപ്രീസിയേഷൻ ലെറ്ററിൻ്റെ ഒരു പേപ്പർ മേട്ടൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഈ സ്റ്റാഫ് ഒരു എക്സലൻറ്റ് സ്റ്റാഫാണ്, ഈ സ്റ്റാഫ് കാരണം എൻ്റെ ക്ലിനിക്ക് ഭയങ്കര നല്ല സ്മൂത്തായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ വർഷം എക്സലൻറ്റ് കിട്ടി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എക്സലൻറ്റ് കിട്ടാനുള്ള യോഗ്യതയൊന്നുമില്ല. പക്ഷേ ഇപ്പം ദൈവത്തിൻ്റെ ആ കരുതൽ, ഞാൻ ആ ഡോക്ടറിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് അനുഗ്രഹം ഇതിലൂടെ തന്നു. 2 കൊറിന്തോസ് 12-ാം അധ്യായത്തിൽ 9-ൽ പറയുന്നു, എന്നാൽ അവിടുന്ന് അരുൾ ചെയ്യുന്നു, നിനക്കെൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അങ്ങനെ എനിക്ക് ആ വർഷം എനിക്ക് പ്രൊമോഷൻ കിട്ടി. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെയും അനുഗ്രഹിക്കും. ഇനി നമുക്ക് മക്കളോട് ചോദിക്കാം. മക്കൾ 2 പേരും മമ്മിയോടൊപ്പം നഴ്സസ് മിനിസ്ട്രിയിൽ വരുന്നത് ആൻറ്റി പലപ്പോഴും കണ്ടിട്ടുണ്ട്. മമ്മിയോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? അച്ഛ ഒത്തിരി വിശുദ്ധരുടെ കഥ വായിക്കാറുണ്ട്. പിന്നെ അച്ഛ അതെൻ്റെ കൂടെയും ഷെയർ ചെയ്യും. അച്ഛക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശുദ്ധൻ്റെ കഥയാണ് സെൻറ്റ് ജോൺ മേരി വിയാനി. St. John Mary Vianney is the patron saint of priests. Before he was selected or appointed as a parish priest of Ars, a place where before he was selected, these people were full-time gambling and drinking alcohol all day and night, and never went to church. But after St. John Mary Vianney came, they stopped all these bad habits and started going to the church. Every day he would spend at least 10 hours in the confession, and in the night also, instead of sleeping, he would only sleep 3 or 4 hours. Rest all time he would pray for others. And another thing I like about him is he's very modest. He pray when everyone gets cured from illness and they claim that St. John Mary Vianney was responsible for this cure, he would tell, I didn't do it, St. Philomena did it. That's one factor why St. Philomena became very famous. And he prayed so much that even devil tried to scare him from praying, but it failed. നമ്മുടെ മക്കൾ നമ്മോടൊപ്പം പ്രാർത്ഥിക്കുകയും നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുകയും വിശുദ്ധരെക്കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്യുമ്പോൾ അത് അവരുടെ ജീവിതത്തിലുടനീളം ഒരു വിശുദ്ധിയുടെ പാതയിലേക്കാണ് അവരെ നയിക്കുന്നത്. ലോകത്തിലെമ്പാടുമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതൊരു പ്രചോദനമായി മാറട്ടെ. കുടുംബത്തിൽ നിന്ന് കിട്ടിയ പ്രചോദനമാണോ നിങ്ങൾക്ക് വിശുദ്ധരെ പറ്റി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചത്? തീർച്ചയായും ചേച്ചി. ഞാനും 3 സഹോദരങ്ങളും പപ്പായും അമ്മയും വല്യപ്പച്ചനും വല്യമ്മയും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ എല്ലാ ദിവസവും കൊന്ത ചൊല്ലിയും വിശുദ്ധന്മാരായ സെബസ്ത്യാനോസിൻ്റെയും അൽഫോൻസാമയുടെയും മാധ്യസ്ഥ പ്രാർത്ഥനകളും കുര്യാക്കോസ് ഇലിയാസഞ്ഞിൻ്റെ മാധ്യസ്ഥ പ്രാർത്ഥനയും എല്ലാ ദിവസവും വീട്ടിൽ ചെല്ലണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ഈ പ്രാർത്ഥനയെല്ലാം എല്ലാ ദിവസവും ചൊല്ലിയാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ ജീവിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ എല്ലാവരും ഒരു നല്ല നിലയിലെത്തുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ആദ്യമായി ജോലി ലഭിച്ചത് മദ്രാസിലാണ്. അവിടെ വളരെ തുച്ഛമായ ഒരു സാലറിയിലാണ് ഞാൻ ജോലി ചെയ്തത്. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഒരു നല്ല ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ എനിക്ക് സൗദി അറേബ്യയിൽ ജോലി ലഭിച്ചു. വളരെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജോലിക്ക് പോയത്. പക്ഷേ ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കും ഞങ്ങൾക്കെല്ലാവർക്കും വളരെ ദുഃഖമായിരുന്നു. ഇതറിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ പോയി പ്രത്യേകം കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ മകന് അടുത്ത വർഷം ഈ സമയത്തിന് മുമ്പ് ജോലി ലഭിക്കണം, നല്ല ജോലി ലഭിക്കണമേ എന്ന്. ദൈവാനുഗ്രഹത്താൽ അടുത്ത വർഷം ആ സമയത്തിന് മുമ്പ് തന്നെ എനിക്ക് ദുബൈയിലേക്ക് നല്ലൊരു ജോലി കിട്ടി, ദുബൈയിലെത്താൻ സാധിച്ചു. ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, അന്ന് അവിടെ ആ ജോലി നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ ദുബൈയിൽ വരാനും ഇവിടെയാകുമ്പോൾ നമുക്ക് പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒത്തിരി അവസരങ്ങളുണ്ടല്ലോ. അതെൻ്റെ ജീവിതത്തിലൊരു നല്ല അനുഭവമായിരുന്നു. ആ കമ്പനിയിൽ എനിക്ക് 13.5 വർഷത്തോളം ജോലി ചെയ്യാൻ സാധിച്ചു. എന്നാൽ അതിനുശേഷം എനിക്ക് അവിടുന്ന് ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ സമയത്താണ് ഇവിടെ സെൻറ്റ് മേരീസ് ചർച്ചിൽ ഫാദർ നായിക്കമ്പലച്ചൻ്റെ നേതൃത്വത്തിലുള്ള ധ്യാനം നടക്കുന്നത്. ആ ധ്യാനത്തിൽ ഞങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3-ാം ദിവസം ധ്യാനത്തിൽ ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി ലഭിക്കുന്നതായിട്ട് നായിക്കമ്പലച്ചൻ പറഞ്ഞു. അപ്പോൾ അതിൽ ഒരാൾ ഞാനായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ ധ്യാനം കഴിഞ്ഞ് വെളിയിൽ വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറയുന്നു, ഒരു നമ്പർ തന്നു, ഒരു കമ്പനിയുടെ മാനേജറുടെ, ഈ നമ്പറിൽ വിളിച്ച് സംസാരിക്കാൻ പറയുന്നു. ഞാൻ ആ നമ്പറിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് ആ കമ്പനിയിൽ ജോലി തരാമെന്ന് സമ്മതിച്ച് എനിക്ക് അവിടെ ജോലി ലഭിക്കുന്നു. പക്ഷേ അവിടെ എനിക്ക് ഞാൻ മുമ്പ് ചെയ്തിരുന്നതിനേക്കാളും വേറെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒക്കെ ചുമതലയായിരുന്നു എനിക്കവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഞാൻ 3 വർഷത്തോളം ജോലി ചെയ്തപ്പോൾ അവിടുന്ന് വീണ്ടും എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ട് ജോയിച്ചാൻ വീട്ടിൽ വരുമ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങളപ്പോൾ വചനം വെച്ച് പ്രാർത്ഥിച്ചു. 1 പത്രോസ് 5-ാം അധ്യായം 6-ൽ പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കോളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പം ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം ഈശോയോട് പറഞ്ഞു. അതുപോലെ തന്നെ കുർബാനയിൽ ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതുപോലെ സെൻറ്റ് ആൻ്റണിയുടെ നൊവേനയും ഞങ്ങൾ കൂടി. 9 ചൊവ്വാഴ്ചകളിൽ തുടർച്ചയായി ഞങ്ങൾ നൊവേനയിൽ പങ്കെടുക്കാമെന്ന് നേർന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. 7-ാമത്തെ ചൊവ്വാഴ്ചയായപ്പോൾ ഞാൻ പല കമ്പനിയിലും അപേക്ഷ അയച്ചിരുന്നെങ്കിലും ഞാൻ അപേക്ഷ അയക്കാത്ത ഒരു കമ്പനിയിൽ നിന്നും എന്നെ അറിയാവുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥൻ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, ജോയിക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എനിക്ക് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം കൂടുതൽ ഉത്തരവാദിത്തങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, ദൈവം എന്നെ വിവിധങ്ങളായ കമ്പനികളിലൂടെ കടത്തിക്കൊണ്ട് വന്നത് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി എന്നെ പരിശീലിപ്പിക്കുകയായിരുന്നുവെന്ന്. ദൈവത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടലാണ് ഈ സംഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. ജെറമ്യ 29:11 പറയുന്നത് പോലെ, കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണത്. അതേ സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നമ്മെ പരിപാലിച്ചുകൊള്ളും. ചേച്ചി, എൻ്റെ കുടുംബത്തിലും ഇതുപോലെ വിശ്വാസമായി പ്രാർത്ഥിച്ചതിൻ്റെ ഒരനുഭവം ഞാനിപ്പോൾ ഓർക്കുകയാണ്. എൻ്റെ ബ്രദറിൻ്റെ വൈഫിന് ഇതുപോലെ വലത്ത് കയ്യിൽ തളർച്ച അനുഭവപ്പെട്ടു. അപ്പം മമ്മിയെ ഫോൺ വിളിച്ച് ചോദിച്ചു. അപ്പം മമ്മി പറഞ്ഞു, ഒരു എക്സ്റേ എടുത്ത് നോക്ക്, ചിലപ്പം സ്പോണ്ടൈലോസിസ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ എക്സ്റേ എടുക്കാൻ ചെന്നു. അവിടെ ഒരു കൊച്ചു ഹോസ്പിറ്റലാണ് ചെന്നത്. അവിടെ ചെന്നപ്പം പെട്ടെന്ന് ഒരു ഭാഗം മൊത്തമായിട്ട് തളർന്നുപോയി. ഉടനെ അവർ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ആംബുലൻസെ കയറ്റി വലിയൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ അവർ MRI സ്കാൻ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ബ്രെയിൻ ട്യൂമറാണ്. അങ്ങനെ അന്നേരം തന്നെ സർജറി ചെയ്ത് അപ്പോൾ അവർ കണ്ടുപിടിച്ചു അത് ബ്രെയിനിൻ്റെ കവറിങ്ങിൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് അത് ദ്രവിച്ചിരിക്കുക, അവിടെ ഒരു ബോള് പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറിനാണെങ്കിൽ മൊത്തമായിട്ടത് എടുത്ത് മാറ്റാൻ സാധിച്ചില്ല, കുറച്ചേ മാറ്റാൻ സാധിച്ചുള്ളൂ. അങ്ങനെ റിസൾട്ട് പറഞ്ഞു അതിൻ്റെ ഡയഗ്നോസിസ് ആയിട്ട് ഡീമൈലിനേഷൻ ഓഫ് ദ ബ്രെയിൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു നടക്കുകയോ ഇല്ലയോ എന്നൊന്നും പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ശക്തമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. നഴ്സസ് മിനിസ്ട്രിയിലാണേലും അതുപോലെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാ നഴ്സസിനോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചു.
ഞങ്ങളതുപോലെ പല ധ്യാന കേന്ദ്രത്തിലും പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. അവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 മാസം കഴിഞ്ഞപ്പം എൻ്റെ ചേച്ചിക്ക് കാലിൻ്റെ വിരലുകൾ പതുക്കെ അനക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ 6 മാസമായപ്പോഴത്തേന് ചേച്ചി നടന്ന് സുഖമായി ജോലിക്ക് പോകുന്നു. ഏശയ്യ 26:4 പറയുന്നു, കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ, ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. അതേ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് നമ്മുടെ അഭയശിലയാണ്. എലിസബത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതാനുഭവങ്ങളിലൂടെ അത് നാം കേട്ട് കഴിഞ്ഞു. നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് നമ്മോടും ചേർന്ന് നിൽക്കും. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും നമുക്ക് അത്തരത്തിൽ രൂപാന്തരപ്പെടുത്താം. അഭയശീലയായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അനുകമ്പാദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെയോ മെനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിന്നപ്പോൾ എത്ര അത്ഭുതകരമായിട്ടാണ് ആ നഴ്സിനെ കർത്താവ് ഉയർത്തിയത്. അതുപോലെ തന്നെ തന്നെ ദ്രോഹിച്ചവരെയും വേദനിപ്പിച്ചവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എത്ര വലിയ അനുഗ്രഹങ്ങളാണ് കർത്താവ് അവരുടെ 2 പേരുടെയും ജീവിതത്തിൽ ചൊരിഞ്ഞത്. അതേ പ്രിയമുള്ളവരെ, ഈ കുടുംബം നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമായി തീരട്ടെ. കുടുംബത്തിൽ ഈശോയ്ക്ക് 1 സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് എലിസബത്തിൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധിയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.